ഹലോ, ഇന്ന് വന്നിട്ടുള്ളത് നോമ്പ് തുറക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ സിമ്പിളായിട്ടുള്ള 2 റെസിപ്പീസുമായിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാനിലോട്ട് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. 5 വലിയുള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. പിന്നെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അടച്ച് വെച്ച് വേവിക്കുകയാണെങ്കിൽ ഉള്ളി പെട്ടെന്ന് തന്നെ വാടി കിട്ടും കേട്ടോ. അപ്പോൾ അത് ഏകദേശം ഒന്ന് വാടി വരുമ്പം നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഞാൻ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഒരു 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഗരം മസാലൻ്റെ പൊടിയും 1 ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടിയും പിന്നെ കറിവേപ്പിലയും കുറച്ച് കൂടുതൽ മല്ലിച്ചപ്പും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഉപ്പും കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് വേവിച്ച് വെച്ച ചിക്കൻ മിക്സിയിൽ ക്രഷ് ചെയ്തതും ചേർക്കുക. അപ്പോൾ നമ്മളെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഈ മസാലയിൽ നിന്ന് ഒരു പകുതി ഞാൻ മാറ്റി വെക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലോട്ട് പകുതി കൊണ്ട് ഒരു ഐറ്റം തയ്യാറാക്കാനാണ്. ഇനി ബാക്കിയുള്ളതിലേക്ക് നമ്മൾ ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കുക കേട്ടോ. വേവിച്ച് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഈ ഒരു മസാലയും കൂടി തയ്യാറായിട്ടുണ്ട്. ഇതിനോട് നമുക്ക് കട്ലറ്റും തയ്യാറാക്കാം കേട്ടോ. ഇനി ഒരു സാൻഡ്വിച്ച് മേക്കർ എടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് ഓയിൽ തടവി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാനൊരു ബ്രെഡ് എടുത്ത് അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഫസ്റ്റ് മാറ്റി വെച്ച മസാല അല്ലേ, ഉരുളക്കിഴങ്ങ് ഇല്ലാതെ, അത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ മറ്റൊരു ബ്രെഡ് വെച്ചിട്ട് നമുക്കിതൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പം ഒരു ബ്രെഡ് വെച്ചിട്ടുണ്ട്. അടുത്ത ബ്രെഡ് ഞാൻ അതേപോലെ ഫില്ല് ചെയ്ത് വെച്ചു. ഇനി നമ്മൾ റെഡ് ലൈറ്റ് ആയിട്ടുണ്ട്. ഇനി അത് ഗ്രീൻ ലൈറ്റ് ആകുമ്പോൾ നമുക്കത് തുറന്ന് നോക്കാം കേട്ടോ. അപ്പോൾ അടിപൊളിയായിട്ടുള്ള സാൻഡ്വിച്ച് തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ ഒന്നും കൂടി ഞാനിങ്ങനെ ചെയ്യുന്നത് കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ സാൻഡ്വിച്ചൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഈ സാൻഡ്വിച്ച് മേക്കറിൽ തന്നെ കുറച്ചുകൂടി ഓയിൽ പരട്ടി കൊടുക്കുന്നുണ്ട്. ഓയിലിന് പകരം നമുക്ക് നെയ്യും യൂസ് ചെയ്യാവുന്നതാണ്. എന്നിട്ട് ഞാൻ ബന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുക കേട്ടോ. സാധാരണ നമ്മൾ ചെയ്യുമ്പോൾ തന്നെ റെഡ് ലൈറ്റ് പിന്നെ ഗ്രീൻ ലൈറ്റ് വന്നു. അപ്പോൾ അത് ഞാൻ തുറന്നിട്ടുണ്ട്. നല്ല ചൂടുണ്ട് കേട്ടോ. അത് മുറിക്കാൻ പറ്റുന്നേ അല്ല. ഇങ്ങനെ ഒരു വിധത്തിൽ ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കിത് ക്ലോസ് ചെയ്ത് വെക്കാം. അപ്പം ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ 2 റെസിപ്പീസ് ഞാനൊന്ന് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നോമ്പ് തുറക്കൊക്കെ പറ്റിയ റെസിപ്പീസാണെല്ലാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു സോ മച്ച്.